സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള നവകേരള രൂപീകരണ ശില്പശാല ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും അധ്യക്ഷന്മാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചാണ് ശില്പശാല നടക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഒരു ദിവസം മുഴുവൻ ശില്പശാലയിൽ പങ്കെടുക്കും. പിണറായി വിജയൻ സർക്കാരിന്റെ 100ാം ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് 4 നൂതന പദ്ധതികൾ നവകേരള മിഷൻ എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഈ പദ്ധതികളുടെ പ്രഖ്യാപനം കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷവേളയിൽ മുഖ്യമന്ത്രി തന്നെ നടത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഹരിത കേരള മിഷൻ, എല്ലാവർക്കും വീട് ഉറപ്പാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ മിഷൻ, സർക്കാർ ആശുപത്രികളെ ജനസൗഹാർദ്ദമാക്കുന്നതിന് വേണ്ടിയുള്ള ആർദ്രം മിഷൻ, പൊതുവിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ മിഷൻ എന്നിവയാണ് പദ്ധതികൾ. 4 പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എല്ലാ രംഗത്തു നിന്നുമുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെമിനാർ പദ്ധതികളുടെ നടത്തിപ്പിനായി സർക്കാർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. 4 പദ്ധതികളുടെയും രൂപരേഖ സെമിനാറിൽ അവതരിപ്പിക്കും. ഇതിനുശേഷം വിദഗ്ധരുടെ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാകും പദ്ധതികളുടെ നടത്തിപ്പിന് അന്തിമ രൂപം നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെയും സാന്നിധ്യത്തിലാകും സെമിനാറുകൾ നടക്കുന്നത്. 5 വർഷം കൊണ്ട് തന്നെ 4 പദ്ധതികളും പൂർണ്ണ വിജയത്തിലെത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.